നമുക്കൊപ്പം ഈ വിദ്യാർത്ഥിയുടെ അമ്മ അനിത കൂടി ചേരുകയാണ്. ശ്രീമതി അനിത, ഇതെന്താണ് സംഭവിച്ചത് എന്നാണ് മകൻ പറഞ്ഞത്? മകൻ സ്കൂളിനെ അസംബ്ലിയില് പിന്നെ ഇതിന്റെ ചരലുണ്ടായിന്. ചരലിങ്ങനെ നീക്കുമ്പോ പിന്നെ HM ഓനെ മുമ്പിലോട്ട് വിളിച്ചിട്ട് കോളർ പിടിച്ചിട്ട് അടിച്ചു. എന്ത് ചെയ്യുന്നുണ്ടായിനെ ചോദിച്ചിട്ടാ. ഈ എല്ലാ കുട്ടികളും നോക്കി നിൽക്കുമ്പോൾ ഈ അസംബ്ലിയിൽ തന്നെയായിരുന്നു ഇതല്ലേ? അതെ, അസംബ്ലിയിൽ വെച്ച് തന്നെ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള 700 കൂടുതലും പിള്ളേരുണ്ടാവും. അവരെ മുമ്പിൽ വെച്ചാണ് തല്ലിയത്. ഈ നിസ്സാര കാര്യത്തിനാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് അല്ലേ? അതെ. ഇപ്പോൾ മകൻ ആശുപത്രിയിൽ ചികിത്സയിലാണോ? ഇപ്പൊ വീട്ടിലുണ്ട്. പിന്നെ നാളെ എക്സാം തുടങ്ങുന്നതല്ലേ, ഓണം എക്സാം അല്ലേ? ഓണം എക്സാം. പിന്നെ ഓന്റെ ഇത് എന്ന് പറഞ്ഞാല് ചെവിയില് വെള്ളം കേറാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, പിന്നെ ജലദോഷമൊന്നും വരാൻ പാടില്ല. അപ്പൊ കർണപടത്തിന് ഒരു നല്ലൊരു അടിയുണ്ട്. കേൾവിക്ക് കുറച്ച് കുറവുണ്ട്. പിന്നെ സ്കാനിങ് എല്ലാം ചെയ്തു. അപ്പൊ എന്നെ ഒരു 6 മാസത്തോളം നല്ല ഇത് വേണം. അടുത്ത ആഴ്ച ആദ്യം ഹോസ്പിറ്റലിൽ പോകണം. അത് ആദ്യം ഒന്ന് സ്കാനിങ് ചെയ്തിട്ടാകുമ്പോ വേണമെങ്കിൽ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്നാണ് ഡോക്ടർ പറയുന്നത്. അത്രയും ഗുരുതരമായ പരുക്കാണ് ഏറ്റത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പരാതി നൽകാത്തത് പോലീസിൽ? പോലീസിന് പരാതി നാളെ കൊടുക്കും. നമുക്ക് ഇന്നലെയാണ് റിസൾട്ട് കിട്ടിയത് മാഡം. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ നാളെ രാവിലെ കൊടുക്കുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതെന്നാണ് ഈ സംഭവം നടക്കുന്നത്? 11ാം തീയതി. 11ാം തീയതി. ഈ അധ്യാപകൻ എന്താണ് പറഞ്ഞത്, ഈ ഹെഡ് മാസ്റ്റർ? അയാള് പറഞ്ഞത് ഇങ്ങനെ ചെയ്തത് തെറ്റ് തന്നെ, ഇത്ര ഇങ്ങനെ അധികം ആവുന്ന് ചിന്തിച്ചിട്ടാന്ന് പറയുന്നു. എന്നാലും ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും പ്രകോപനം കൊള്ളുക എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ. നേരത്തെ ഇങ്ങനെ വിദ്യാർത്ഥികളെ ഒക്കെ അടിക്കുന്ന ഒരു അധ്യാപകനാണോ? മറ്റു കൂട്ടുകാരും മകൻ തന്നെയും എന്തൊക്കെയാണ് പറയുന്നത്? മകൻ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞോളൂ. ഹലോ മോനെ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ചെവി വേദന ഉണ്ട്, പിന്നെ അടഞ്ഞിട്ട് തന്നെ ഉണ്ട്. ഈ കാലുകൊണ്ട് ചരല് വെറുതെ ഒന്ന് നീക്കിയതിനാണ് ഇത്രയും ക്രൂരമായി അടിച്ചതല്ലേ? അതെ. ഈ ഹെഡ് മാസ്റ്റർ അത് കഴിഞ്ഞിട്ട് മകനോട് എന്തെങ്കിലും പറഞ്ഞോ, മോനോട് എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എന്താക്കുന്നുണ്ടായെന്ന് ചോദിച്ചിന്. പിന്നെ വീട്ടിലത്തെ പിന്നെ അന്വേഷിച്ചിന്. പിന്നെ ചായ അടിയും മേടിച്ചു. അപ്പോഴേക്ക് പോലീസുകാര് അവിടെ പുറത്തുണ്ടായിന്. അപ്പൊ അപ്പയോട് പറഞ്ഞു ഓൻ തലകറങ്ങിട്ട് വീണെന്ന് പറഞ്ഞു. പോലീസുകാരോട് പറഞ്ഞോ അങ്ങനെ? ഓ, ഓക്കെ. അപ്പൊ മോൻ വേറെ ആരോടും പറഞ്ഞില്ല അടിച്ചതാണെന്ന് ഹെഡ് മാസ്റ്റർ? ഇല്ല. അതെന്താണ് പറയാതിരുന്നത്? പേടിച്ചിട്ടാണോ? വീട്ടിൽ വന്നിട്ട് പറഞ്ഞ ഞാൻ. സ്കൂളിൽ നിന്ന് എല്ലാവരും കണ്ടിന്. എന്നോട് ഞാൻ ആരോടും പറയാൻ പറ്റാ. അപ്പോൾ തന്നെ വേദന എടുത്തിരുന്നോ? അപ്പൊ എന്നെ കീറിട്ട് കൂട്ടിയേക്കുന്നുണ്ടായി. ആണല്ലേ? അപ്പൊ മറ്റു ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു? എന്നോടൊന്നും പറഞ്ഞിട്ടാ. അവര് പ്രതിഷേധം വല്ലോ ഉയർത്തുകയോ ഹെഡ് മാസ്റ്ററോട് ചോദിക്കുകയോ വല്ലതും ചെയ്യുന്നത് കണ്ടോ? അത് കണ്ടിട്ടാ. ഇങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികളെ ഇങ്ങനെ ഇത്തരത്തിൽ അടിക്കുന്ന ഒരു സാറാണോ അത്? ഇല്ല, തെറ്റ് ചെയ്താൽ മാത്രമേ അടിക്കാറുള്ളൂ. തെറ്റെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഈ ചരലിൽ നീക്കുന്നതൊക്കെയും ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തെറ്റാണോ? അപ്പം ഇതിനു മുമ്പും ഇതുപോലെ പല കുട്ടികൾക്കും ഇങ്ങനെ അടിയൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പ്രകോപനപരമായി പെരുമാറുകയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാനിത് ആദ്യമായിട്ട്, എന്നോട് ഇങ്ങനെ ആദ്യമായിട്ട്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതന്നെ. അതെ അല്ലേ? അപ്പം വേറെ കുട്ടികളോടൊക്കെ അടിക്കുന്നൊന്നും കണ്ടിട്ടില്ല ഇതുവരെ? ഇല്ല. ശരി. അപ്പൊ ഇനി പരാതി കൊടുക്കുന്നില്ലേ അധ്യാപകനെതിരെ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതെ, മുത്തപ്പൻ പറയുന്ന നാളെ പോയിട്ട് കംപ്ലൈന്റ് ആക്കാന്ന് പറയുന്നത്. ഇത് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ്. മോന് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റു, ചെവിയുടെ കേൾവിക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നേക്കാം ഒരുപക്ഷെ. ഇതൊക്കെ ആ അധ്യാപകൻ അറിഞ്ഞോ? ഹെഡ് മാസ്റ്റർ അറിഞ്ഞോ? അറിഞ്ഞു. അതെയോ? പിന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നോ? സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല. അറിഞ്ഞിട്ടും, അപ്പൊ ഇത്രയും ഗുരുതരമായി പരിക്കേറ്റു എന്ന് അറിഞ്ഞിട്ടും ആശ്വസിപ്പിക്കാനൊന്നും വിളിച്ചില്ല? ഇല്ല. സ്കൂളിലെ മറ്റു ടീച്ചേഴ്സ് ആരെങ്കിലും വിളിച്ചോ?
ക്ലാസ് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് ടീച്ചർ എന്താ അപ്പൊ പറഞ്ഞത്? അത് മാഷനെ നിർത്തി പറ്റി പിന്നെ ആശുപത്രി പോയിട്ട് എന്ത് പറഞ്ഞത് നോക്കുന്ന അന്വേഷിക്കുന്നു. എനിക്ക് പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പോലീസിൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞോ? ഇല്ല, അപ്പൊ പറഞ്ഞില്ല. ടീച്ചറിനോട് അത് പറഞ്ഞിട്ടില്ല. ഉം ശരി, അപ്പൊ പരാതി കൊടുക്കുമെന്നുള്ള കാര്യം ഹെഡ് മാസ്റ്ററിനെ അറിയിച്ചിട്ടില്ല അല്ലേ? അത് എളുപ്പം പോയിട്ടുണ്ടായി. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ശരി ശരി. അതിനുശേഷം പക്ഷേ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വിളിച്ചില്ല. ഇല്ല. ഇപ്പോ എത്ര വർഷമായിട്ട് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് മോൻ? ഞാൻ ഇത് 4ാമത്തെ വർഷം. ശരി ശരി. സ്കൂളിൽ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ശീലങ്ങളൊന്നും ഇല്ല അല്ലേ പൊതുവെ? ഇല്ല. ശരി, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ആ സ്കൂളിൽ നിന്ന്? ശരി ശരി, വളരെ നന്ദി. ഇപ്പോൾ കാസർഗോഡ് ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റ ആ വിദ്യാർത്ഥിയുടെ അമ്മയുമാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും നാളെ പോലീസിൽ പരാതി നൽകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്.